ഞാൻ പ്രൊഫസർ മാത്യു കുരിശുമൂട്ടിൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിസ്തുലമായ സേവനം, ഫിഷറീസ് വിദ്യാഭ്യാസ ഗവേഷണ മേഖലയിൽ അനുഷ്ഠിച്ച ഡോക്ടർ എം ജെ സെബാസ്റ്റ്യൻ മൂലയിൽ അവർകളെയാണ്. അദ്ദേഹം ഇപ്പോൾ ചെമ്പുമുക്കിലെ എബണി എന്ന ഫ്ലാറ്റിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ്. സകുടുംബം, മകൾ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം ചെയ്ത സേവനങ്ങൾ വലുതാണ്. അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ എന്ന നിലയിലാണ്. ഫിഷറീസ് കോളേജിൻ്റെ ഫൗണ്ടർ ഡീനായിരുന്നു അദ്ദേഹം. അത് പിന്നീട് ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് അത് ഉയർത്തപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഈ മേഖലയിൽ അനുഷ്ഠിച്ച സേവനങ്ങളെ ആ നാട്ടുകാരും അദ്ദേഹത്തിൻ്റെ പരശതം അനേകായിരം വിദ്യാർത്ഥികളും അദ്ദേഹത്തെ നന്ദിപൂർവ്വം സഹപ്രവർത്തകരെയൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു മാതൃകയാണ് അധ്യാപകർക്കും ഗവേഷകർക്കും എല്ലാവർക്കും. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നതിൽ എനിക്ക് അതിയായ ആനന്ദവും അഭിമാനവും ഒക്കെയുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ നമുക്കൊരു വലിയ സന്തോഷം തരുന്ന വ്യക്തിയാണ്. എപ്പോഴും പുഞ്ചിരിയോടുകൂടി സുസ്മേരവദനായി, അദ്ദേഹത്തിൻ്റെ പേര് പോലെ ഡോക്ടർ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മജസ്റ്റിക് എന്നാണ് അർത്ഥം. ഒരു പ്രത്യേകമായ ഒരു രാജകീയമായ ഒരു സൗന്ദര്യം അദ്ദേഹത്തിന് ദൈവം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം അദ്ദേഹം ഇവിടെ സന്തോഷവാനായിട്ട് വിശ്രമ ജീവിതം നയിക്കുകയാണ്. അദ്ദേഹം ചെയ്ത സേവനങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് പുതിയ തലമുറയ്ക്ക് ഒരു ആവേശം പകരുന്ന കാര്യമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്തും അദ്ദേഹത്തിന് ധാരാളം സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹം നടത്തിയ ഫിഷറീസ് മേഖലയിൽ, അതായത് ഫ്രഷ് വാട്ടർ പ്രോൺസ്, ശുദ്ധജല ചെമ്മീനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണവും അദ്ദേഹത്തിൻ്റെ സെമിനാറും ഒക്കെ അന്തർദേശീയ ശ്രദ്ധ തന്നെ ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധങ്ങളുണ്ട്. അതൊക്കെ അദ്ദേഹം ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതുമാണ്. എം ജെ സെബാസ്റ്റ്യൻ 7 മക്കളിൽ മൂന്നാമനാണ്. എൻ്റെ എൽഡസ്റ്റ് ബ്രദർ മെഡിക്കൽ ഡയറക്ടറായിട്ട് ഉണ്ട്. രണ്ടാമത്തെ ആൾ ജെസ്യൂട്ട് പ്രീസ്റ്റായിരുന്നു, ഫാദർ മൂലയിൽ, മാത്യു മൂലയിൽ SJ. പിന്നെ എൻ്റെ 4 പെങ്ങന്മാരിൽ ഒരാൾ കന്യാസ്ത്രീ ആയിട്ടുണ്ട്, ഗൈനക്കോളജിസ്റ്റ് ആൻഡ് കുട്ടിയം ഹോളി ക്രോസ് കോൺവെൻറ്റിലെ ആയിരുന്നു. ഷീസ് എ ഗൈനക്കോളജിസ്റ്റ്, ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കോട്ടയം ഹോസ്പിറ്റലിൽ. പിന്നെയുള്ള 2 സിസ്റ്റേഴ്സിൽ ഒരാൾ US-ലാണ് ഇപ്പം, ഒരാൾ തൃശ്ശൂരുണ്ട്. എൻ്റെ ഫാദർ പെർമനൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ കാനറ ബാങ്ക് ആയിട്ട് അമാൽഗമേറ്റ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചീഫ് അക്കൗണ്ടൻ്റായിരുന്നു. വൈഫ് ആലപ്പാട്ട് പാലത്തെങ്കിൽ ആണ്. ഷീസ് എ ക്വാളിഫൈഡ് ടീച്ചർ, എംപ്ലോയിഡ് അല്ല. ബിക്കോസ് ഞാൻ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാരണം പുള്ളിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ സാൽവേഷൻ ആർമി സ്കൂളിൽ ട്രിവാൻഡ്രത്ത് അവിടെയാണ് പഠിച്ചത്. അതിനുശേഷം ഇൻ്റർമീഡിയറ്റ് കോളേജ് അവിടെ നിന്നും പോയിട്ട് യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രം. അപ്പം യൂണിവേഴ്സിറ്റി കോളേജ് ഫുട്ബോൾ, ഹോക്കി ടീമുകളിലൊക്കെ കളിച്ചിട്ടുണ്ട്. ഇവിടെ ആലുവയിൽ വന്ന് ഫൈനലായിട്ട് കളിച്ച് ഞങ്ങൾ ജോയിൻറ്റ് വിന്നേഴ്സായിട്ടുണ്ട് ഇൻ്റർ കോളേജ്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ BSc സുവോളജി പഠിക്കും. അതിനുശേഷം അക്വേറിയം, മറൈൻ ബയോളജി ലാബറട്ടറി ഉണ്ട്. അവിടെ MScക്ക് 3 വർഷത്തെ ട്രെയിനിങ് അല്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ട് റിസൾട്ട് കൊടുത്താൽ അവാർഡ് ചെയ്യുന്ന ഡിഗ്രിയാണ് MSc. എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ട്.
അതിൻ്റെ ബേസിൽ ആണ് ഞാൻ റിസർച്ചിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ അന്നേരം ഡയറക്ടർ ഓഫ് റിസർച്ച് ആയിരുന്ന ഡോക്ടർ സി ജോൺ ഒരു പുതിയ മറൈൻ ബയോളജി പ്രോഗ്രാം തുടങ്ങി, MSc. അപ്പോൾ ഞാൻ അതിലോട്ട് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് MSc മറൈൻ ബയോളജി വരാൻ കാരണം. മറൈൻ ബയോളജിയിൽ ഞങ്ങൾക്ക് ഫിഷറീസ് ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് ബയോളജി സൈഡ്, ഫിഷറീസ്, നോട്ട് ടെക്നോളജി സൈഡ്. അത്രയും എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അന്നത്തെ വൈസ് ചാൻസലർ കാളീശ്വരൻ IAS ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർലോഭമായ സഹകരണം ഡോക്ടർ സെബാസ്റ്റ്യന് ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഫിഷറീസ് കോളേജ് എന്ന ആശയം അദ്ദേഹം നടപ്പിലാക്കിയത്. 75 ഏക്കറോളം സ്ഥലമാണ് അദ്ദേഹം ഇതിനുവേണ്ടി അക്വയർ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചത്. എല്ലാ പ്രശ്നങ്ങളെയും അദ്ദേഹം നല്ലപോലെ മാനേജ് ചെയ്തു, തരണം ചെയ്തു. ഫിഷറീസ് കോളേജിന് തറക്കല്ലിട്ടു. അത് ഇന്നൊരു യൂണിവേഴ്സിറ്റിയായിട്ട് വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അനേകർക്ക് അതൊരു വലിയ ആശ്വാസമാണ്. അവിടുത്തെ ആ സ്ഥലം വിട്ടുകൊടുത്ത, യൂണിവേഴ്സിറ്റിക്കായി സ്ഥലം വിട്ടുകൊടുത്ത കുടുംബക്കാർക്കൊക്കെ ഏതാണ്ട് ആ കുടുംബത്തിൽ നിന്ന് ഒരാൾക്കെങ്കിലും ജോലി ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അവിടുത്തെ നാട്ടുകാർക്കൊക്കെ വലിയ ഒരു ആശ്വാസം പകർന്ന സംഗതിയാണ്. അതുപോലെ BFSC കോഴ്സ്, MFSC കോഴ്സ്, ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് അതിനുള്ള ലബോറട്ടറി, അതിനുള്ള മ്യൂസിയം, അതിനുള്ള സിലബസ് എല്ലാത്തിൻ്റെയും പിറകിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ്റെ കരങ്ങളുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കോളേജായിരുന്നു അത്. ഫിഷറീസ് യൂണിവേഴ്സിറ്റി ആക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ JRF, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അതുപോലെ അഗ്രികൾച്ചർ റിസർച്ച് സയൻറ്റിസ്റ്റ്, ഇവരെയൊക്കെ വാർത്തെടുക്കുന്നതിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ്റെ അക്കാദമിക മികവ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വം, അദ്ദേഹത്തിൻ്റെ ഗവേഷണം എല്ലാം ഇതിന് ഉപകരിച്ചിട്ടുണ്ട്. നിരവധി പദ്ധതികൾ, അത് ICAR-ൻ്റെ ആവാം, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ, അവരുടെയൊക്കെ പദ്ധതി ഫണ്ടിങ് മൂലം അദ്ദേഹത്തിന് ഇതൊക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞു. സ്വന്തമായിട്ടൊരു ബോട്ട് തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരുന്നു അക്കാലത്ത്. നീന്തൽ അവിടുത്തെ ഒരു കോഴ്സാണ്. ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചില സങ്കടങ്ങളുണ്ട്. ചിലത് ഒരു ഫിഷറീസ് പ്രോസസ്സിംഗ് പ്ലാന്റ്, ഒരു മോഡൽ പ്ലാന്റ് അവിടെ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന ഒരു വിഷമം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. മറ്റു കാര്യങ്ങളിലെല്ലാം അദ്ദേഹം സംതൃപ്തനാണ്, ചാരിതാർത്ഥ്യമുള്ള ആളാണ്. ഏറ്റവും നല്ല ലൈബ്രറിയിലുള്ള ഒന്നാണ് ഫിഷറീസ് യൂണിവേഴ്സിറ്റി. ഫിഷറീസ് സംബന്ധമായ പുസ്തകങ്ങൾ മാത്രമല്ല അവിടെയുള്ളത്, അതുപോലെ നിരവധി ഗ്രന്ഥങ്ങൾ, IAS-ന് വരെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ, കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഗ്രന്ഥങ്ങൾ ആ ലൈബ്രറിയിലുണ്ട്. അതുപോലെ മ്യൂസിയം വളരെ വലുതാണ് അവിടുത്തത്. ഇന്ന് ഡോക്ടർ A. മൈക്കിൾ സാറിൻ്റെ പേരിൽ ഓർണമെൻ്റൽ ഫിഷ് കൾച്ചറിൻ്റെ ഒരു കേന്ദ്രം തന്നെയുണ്ട് അവിടെ. വിസിറ്റ് ചെയ്യാൻ പറ്റിയ, സന്ദർശിക്കാൻ പറ്റിയ ഒരിടമായിട്ട് ഫിഷറീസ് കോളേജ് ഇന്ന് മാറിയിരിക്കുന്നു. സ്വന്തമായൊരു നീന്തൽ കുളമുണ്ട്, നിരവധി കോഴ്സുകളുണ്ട്. ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് എന്നാണ് ഈ യൂണിവേഴ്സിറ്റി ഇന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിത്തറയിട്ട വ്യക്തിയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ. കാളിച്ചൻ സാറ് എനിക്ക് ഫ്രീ ഹാൻഡ് തന്നിട്ടുണ്ട്. എന്ത് വേണേലും ഡിസൈഡ് ചെയ്തതോ, ഏത് സ്ഥലം വേണമെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ 3-4 ബേപ്പൂർ, നീണ്ടകര, അവിടെയൊക്കെ പോയി സർവേ പോലെ അവിടുത്തെ ഫിഷിംഗ് ആക്ടിവിറ്റിയൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തു. അങ്ങനെയാണ് കൊച്ചിയിൽ ആസ്ഥാനമാക്കാൻ ഡിസൈഡ് ചെയ്തത്. കൊച്ചിയിൽ വരാൻ നോക്കിയപ്പം പിന്നെ പനങ്ങാട് ആണ് അന്ന് ബൈപ്പാസ് വന്ന് നിൽക്കുന്ന സ്ഥലം. അപ്പം അവിടെ ഒരു 75 ഏക്കർ എടുക്കാൻ സാറ് സമ്മതിച്ചു. അദ്ദേഹം വളരെ ഉത്സാഹമെടുത്താണ്, എസ്പെഷ്യലി തമിഴ്നാട് ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യാനല്ല, കോളേജ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അവരോടൊപ്പം തന്നെ പിടിച്ച് നയിക്കണം എന്നുള്ള രീതിയിൽ, അതെ, വളരെ ഉത്സാഹം കാണിച്ചു സാറ്. സാറിൻ്റെ അധികാരത്തിൽ വരുന്ന ഒരു 10-200 ഏക്കർ വേക്കൻറ്റ്
ബീച്ച് സൈഡ് കൊച്ചിയിൽ അത് തന്നു. അന്ന് മന്ത്രി ലീവില്ല, വിദേശത്തെന്തോ പോയ സമയത്തായിരുന്നു. അപ്പം ആ സ്ഥലം അവിടെ കുറച്ച് ആളുകൾ അനധികൃതമായിട്ട് സ്ഥലം എടുക്കുകയും ചെമ്പിൻകെട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു പോലീസുകാരെ കൊണ്ടുവന്ന് എല്ലാം തടി ഒക്കെ അടിച്ച് പൊടിച്ച് കളഞ്ഞു വെച്ച് 200 ഏക്കർ സ്ഥലം അവിടെ ഞങ്ങൾ ഏറ്റെടുത്തു. കോളേജിന് വേണ്ടി പനങ്ങാട് 75 ഏക്കർ സ്ഥലം എടുത്തു. അങ്ങനെയാണ് ഈ കോളേജിൻ്റെ സ്ഥലമെടുപ്പിന് ആസ്ഥാനവും ഉണ്ടാകാൻ കാരണം. ഈ കോളേജ് വരിക എന്നുള്ളത് ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിഷറീസായിട്ട് ഇരിക്കുമ്പം ട്രെയിനിങ്ങിൻ്റെ ചാർജായിരുന്നു. അന്ന് ഒരു സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അതിന് ഒരു കോളേജായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് വെച്ച് എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇംഗ്ലണ്ടിൽ പോയി ഒരു കൊല്ലത്തെ ഒരു ഡിപ്ലോമ പ്രോഗ്രാം ഫിഷറീസിൽ ചെയ്യാൻ പറ്റിയത്. അവിടെ ചെന്നപ്പം അവർ പ്രധാനമായിട്ടും മാനേജ്മെൻറ്റ് സ്റ്റഡീസ് സാധാരണ ഉൾപ്പെടുത്താറുള്ള ഫിഷറീസ് എക്കണോമിക്സ്, ഫിഷറീസ് എക്സ്പോർട്ട്, അതെല്ലാം ഞങ്ങൾ പഠിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് പകർത്തി ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കോളേജിൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് തുടങ്ങിയുണ്ടായി. ഫിഷറീസിൻ്റെ ടീച്ചിങ്, റിസർച്ച്, എക്സ്റ്റൻഷൻ, ഈ 3 വിജ്ഞാന വ്യാപനം, അധ്യാപനം, വിജ്ഞാന വ്യാപനം, ഗവേഷണം, ഈ 3 കാര്യങ്ങളാണ് ഫിഷറീസ് കോളേജിൻ്റെ മാൻഡേറ്റ്. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിർവഹിക്കാനാണ് യൂണിവേഴ്സിറ്റിക്ക് ഉള്ള കടമ. അപ്പോൾ അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നതിൽ ഡോക്ടർ സെബാസ്റ്റ്യന് സാധിച്ചു. അതെല്ലാം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോട് അദ്ദേഹത്തിന് നന്ദിയുണ്ട്. അതുപോലെ ഫിഷറീസ് കോളേജിന് എറണാകുളം മറ്റു പല സ്ഥാപനങ്ങളുമുണ്ട്. ഫിഷറീസ് ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട് CMFRI, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മറൈൻ സയൻസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രഫി, CIFT, അതായത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, ഇൻ്റഗ്രേറ്റഡ് ഫിഷറീസ് പ്രോജക്റ്റ് IFP, CMLRE, ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ കൊച്ചിയിൽ തന്നെയുണ്ട്. MPDA, മറീൻ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഇവരുടെയൊക്കെ സഹകരണം തങ്ങളുടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഗവേഷകർക്കും ഒക്കെ ഉപകരിക്കുന്ന രീതിയിൽ, അതുപോലെ നിരവധി കൊച്ചി ഒരു കേന്ദ്രമാണ്. പ്രത്യേകിച്ച് അരൂർ കൊച്ചി മേഖല, പള്ളുരുത്തി മേഖല ഫിഷറീസ് പ്രോസസ്സിംഗ് പ്ലാന്റിനൊക്കെ വളരെ പേരുകേട്ട സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുക, അതെല്ലാം ഈ സമഗ്രമായ ഒരു ഫിഷറീസ് വിദ്യാഭ്യാസ ഗവേഷണ പദ്ധതിയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു വലിയ ദർശനം, ഒരു വിഷൻ, ഒരു വിഷണറിയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും. പെൺകുട്ടികൾ മാർക്ക് ഒരുപാട് വാങ്ങിക്കുകയും കൂടുതലായിട്ട് അവർ ഇവിടെ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. അപ്പം വെള്ളം തൊടാതെ മീൻ പിടിക്കാനുള്ള ടെക്നിക്ക് പോലെ തോന്നിയത്. നല്ലവണ്ണം നീന്തൽ പഠിച്ചിരിക്കുന്നുണ്ടത്. ഫിഷിങ്ങിൽ ഉൾപ്പെട്ടിട്ട് മാത്രമല്ല അവരുടെ സേഫ്റ്റിക്ക് പോലും ഉപകരിക്കും എന്നുള്ള നിലയ്ക്ക് ഇതൊരു കമ്പൽസറി പ്രീ ട്രെയിനിങ് റിക്വയർമെൻ്റായിട്ട് ഡിസൈഡ് ചെയ്തു. എതിർപ്പ് വരാൻ സാധ്യതയുള്ള സിറ്റുവേഷൻ ആയിരുന്നു, പക്ഷേ ആരും എതിർത്തില്ല. UK ഒരു കൊല്ലം ഞാൻ ഉണ്ടായിരുന്ന ട്രെയിനിങ്ങിനുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് പ്രോഗ്രാം വാസ് മോർ ഓൺ മാനേജ്മെൻറ്റ് സൈഡ് rather than ഫിഷിംഗ് സൈഡ്. അപ്പം അവിടെ നിന്ന് ആദ്യമായിട്ട് കോപ്പയടിച്ച പോലെ ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഫിഷറീസ് കോളേജ് തുടങ്ങി. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിഷറീസ് എക്കണോമിക്സ്, എക്സ്പോർട്ട്,
മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള സബ്ജക്ട്സ്, റിലേറ്റഡ് സബ്ജക്ട്സ്, ബാങ്കിങ്, കോർപ്പറേഷൻ, അങ്ങനെയുള്ള എല്ലാം കൂടി ഞാൻ ഉൾപ്പെടുത്തി സാധാരണ യൂണിവേഴ്സിറ്റി ഫിഷറീസ് കോളേജസ് ഉള്ള യൂണിവേഴ്സിറ്റികളിൽ തന്നെ ഇല്ലാത്ത ഒരു സംഭവമാണ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. അത് പൊതുവേ വെൽക്കം ചെയ്ത് എല്ലാവരും. മത്സ്യ വളർത്തലിന് വേണ്ടിയിട്ട് അദ്ദേഹം കുട്ടികളെ കൊണ്ടൊരു സർവേ തന്നെ നടത്തിച്ചു. പനങ്ങാട് കുമ്പളം പഞ്ചായത്തിൽ ഏതെല്ലാം സാധ്യതയുള്ള കുളങ്ങളുണ്ട്, പോണ്ടുകളുണ്ട്, അവിടെയൊക്കെ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുക. അതുപോലെ മത്സ്യ കർഷകരിൽ നിന്ന് ഈ ഓർണമെൻ്റൽ ഫിഷസ്, അത് അലങ്കാര മത്സ്യങ്ങൾ, അതിൻ്റെ പ്രജനനം, അതിൻ്റെ വിപണനം, ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു സൊസൈറ്റി തന്നെ ഡോക്ടർ അന്ന മേഴ്സിയെ ആ കാര്യം ചുമതലപ്പെടുത്തിയത് ഡോക്ടർ സെബാസ്റ്റ്യനാണ്. അപ്പോൾ അങ്ങനെ എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. ഫിഷറീസ് മേഖലയുടെ വിവിധ മേഖലകളിൽ. അതുപോലെ നിരന്തരം പരിശീലന പരിപാടികൾ മത്സ്യ കർഷകർക്ക്, മത്സ്യ പ്രോസസ്സിംഗ് പ്ലാന്റിൽ ജോലി ചെയ്യുന്നവർക്ക് എങ്ങനെ അതിൻ്റെ ക്വാളിറ്റി നിലനിർത്താം, എങ്ങനെ അതെങ്ങനെ കൈകാര്യം ചെയ്യണം, ലാൻഡ് ചെയ്യുന്ന സ്ഥലം മുതൽ അത് പാക്ക് ചെയ്ത് അത് കസ്റ്റമർക്ക് അത് ലഭ്യമാക്കുന്നത് വരെ അതെങ്ങനെ കൈകാര്യം ചെയ്യണം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും, ക്വാളിറ്റി കൺട്രോൾ, അതിലൊക്കെ അദ്ദേഹം പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമായിട്ട് ഫിഷറീസ് കോളേജിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹം ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുന്ന കാര്യമാണ്. അതിനെല്ലാവർക്കും, മത്സ്യ കർഷകർക്കും പ്രോസസ്സിംഗ് പ്ലാന്റ് ഉടമകൾക്കും മത്സ്യ വിപണിയിൽ ഏർപ്പെടുന്നവർക്കും ഒക്കെ നന്ദിയുണ്ട് ഡോക്ടർ സെബാസ്റ്റ്യനോട്. സാറിൻ്റെ ശിഷ്യഗണങ്ങൾ ഇന്ന് വിവിധ മേഖലകൾ അലങ്കരിക്കുകയാണ്. അത് ഫിഷറീസ് അക്വാകൾച്ചർ ഫാം നടത്തുന്നതാവാം, അല്ലെങ്കിൽ ഫിഷറീസ് എക്സ്പോർട്ടാവാം, അല്ലെങ്കിൽ ഹാച്ചറി നടത്തി മത്സ്യക്കുഞ്ഞുങ്ങളെ, ലക്ഷക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതാവാം. അങ്ങനെ ചെയ്യുന്ന പല വിദ്യാർത്ഥികളും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണത്തിൽപ്പെടും. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഇന്നത് ചെയ്യുന്നത്. അത് ആന്ധ്രയിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, ഹാച്ചറി നടത്തുന്ന ആനന്ദ് ഗ്രൂപ്പുണ്ട്. അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മുരളി ആനന്ദ് വർമ്മയാണ്. അതുപോലെ ജോസൂട്ടിയുണ്ട്. ഇങ്ങനെ പല വിദ്യാർത്ഥികളും ഇന്ന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സ്ഥാപനം സർക്കാരിൻ്റെ പുറകെ ജോലി അന്വേഷിച്ച് നടക്കുന്നതിന് പകരം ഉദ്യോഗദാതാക്കളായിട്ട്, തൊഴിൽ ദാതാക്കളായിട്ട് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ ഇന്ന് മാറിയിട്ടുണ്ട്. അവർ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യരാണെന്ന് ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിലും വിദേശത്തുള്ള അമേരിക്കയിൽ പോലും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ ഇന്ന് നല്ല സേവനം കാഴ്ചവെക്കുന്നുണ്ട്. ഫിഷറീസ് ഗവേഷണ മേഖലയിൽ വിദേശത്ത് പോയിട്ട് PhD എടുത്ത് വന്ന് ഫിഷറീസ് കോളേജിൽ തന്നെ, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ജോലി ചെയ്യുന്ന നമുക്ക് അഭിമാനിക്കാം. ഇങ്ങനെ ഒരു പ്രതിഭാശാലിയെ, ഒരു ദീർഘദർശിത്വമുള്ള ഒരു വിദ്യാഭ്യാസ വിചക്ഷണനെ ഫിഷറീസ് മേഖലയ്ക്ക് നൽകിയ അദ്ദേഹത്തിൻ്റെ സേവനം ഉപകരിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നന്ദിയോടെ വരുന്ന തലമുറകൾ അദ്ദേഹത്തെ ഓർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ നിശബ്ദമായ സേവനം ചെയ്ത ശേഷം ഒരു കൊട്ടിഘോഷിക്കപ്പെടാതെ, ആരും അറിയപ്പെടാതെ തന്നെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ചിലർ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. അവരെ നമ്മൾ സാവകാശം പരിചയപ്പെടുന്നതാണ്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. മെയ് 25 വൈവാഹിക ജീവിതത്തിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന ഡോക്ടർ MJ സെബാസ്റ്റ്യനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കൊച്ചു ത്രേസ്യ ചേച്ചിക്കും ഫിഷറീസ് കോളേജിലെ മുൻ അധ്യാപകരുടെയും ആയിരക്കണക്കിന് വരുന്ന ശിഷ്യഗണങ്ങളുടെയും അവിടുത്തെ അനധ്യാപകരുടെയും ഒക്കെ പേരിൽ ഞങ്ങൾ മംഗളങ്ങൾ നേരുന്നു. ദീർഘായുസ്സും നല്ല ആരോഗ്യവും ഇരുവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.